മാഡം ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിയോ? ആര് ഭീഷണിപ്പെടുത്തി? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതാ. എന്റെ പരാതിക്ക് പരിഹാരം കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ CM-നും DGP-ക്കും പരാതി കൊടുക്കും. ഒരു MLA-യുടെ ശക്തി നിങ്ങൾ അറിയും. ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ. എന്താ സംഗതി പ്ലാനിംഗിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്പനി ഈ മൂടൊക്കെ മാറി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി രാവിലെ ട്രിപ്പ്. നിനക്കെന്താ എടുക്കണ്ടേ? കെവിനെ, എനിക്കൊന്നും വേണ്ട. ജാര എടുക്കാതെ ബ്രാൻഡ് എന്ന് പറഞ്ഞേ. അവനൊരു ബിയർ എടുത്താ മതി. അല്ല ബെല്ല, അത് ഞാൻ നീ ഒന്നും ഉണ്ടായിരുന്നേ. ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം. ബെല്ല, പാപ്പ, ഞങ്ങളൊരു കമ്പനി കൂടാനുള്ള പുറപ്പാടാ. പാപ്പന് ഹോട്ട് വേണോ ബിയർ വേണോ? ബിയറൊക്കെ മാറ്റി വെച്ചോ. എന്നിട്ട് കുടിക്കാനായിട്ട് നല്ല തണുത്തോളം തയ്യാറാക്കി വെച്ചോ. എന്തു പറ്റി പാപ്പ? അല്ല, എല്ലാവരും കുറെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാ. എന്താ സാറേ പ്രശ്നം? എന്തെങ്കിലും? ആ ഫയലില്ലേ, പാർപ്പിടം പദ്ധതിയെ കുറിച്ചുള്ള ഫയല്, അത് കാണാനില്ലെന്നും പറഞ്ഞ് ഒരു പരാതി വന്നിട്ടുണ്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകരായിരിക്കും തന്നിട്ടുണ്ടാവുക. വലിച്ചു കയറി കൊട്ടയിലിട് പാപ്പ. വെറും പൊതുപ്രവർത്തനമല്ല, സ്ഥലം MLA പരാതിപ്പെട്ടിരിക്കുന്നത്. ദേവിക. പിന്നെ അത് വെറും പരാതിയൊന്നുമല്ല, സംശയിക്കുന്ന പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. വിളിച്ചും പറഞ്ഞു, മെയിലും അയച്ചു. നന്ദനെ സംശയമുണ്ടെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ അമ്മായിയമ്മയൊക്കെ സംശയത്തിൽ നിർത്തേക്കുക. സാർ, ദേവിക അങ്ങനെ വീട്ടുകാർക്കെതിരെ പരാതി നൽകുമോ? എന്തും ചെയ്യാൻ തയ്യാറായിട്ടാ അവൾ തുനിഞ്ഞിറങ്ങിയേക്കുന്നത്. നന്ദനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. ഞാൻ ഉഴപ്പിയ എന്റെ മുകളിലുള്ള വേറെ ആള് വരും. ഞാൻ ഒരു കാര്യം പറയാം, നന്ദൻ തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കുക. അല്ല, അപ്പോ അത്രയ്ക്കും പ്രശ്നമാണോ? പരാതി വന്ന സ്ഥിതിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും. എന്തായാലും നന്ദന് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരേക്കാ. എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ അങ്ങ് വിട്ടോ? അതെ, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കാം. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും പ്രതിയെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാം. അങ്ങനെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായ കുറെ പേരുണ്ട്. ഓക്കെ പാപ്പ, എങ്കിൽ നാളെ കാലത്ത് തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടോളാം. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ തീരുമാനിക്കും. ആ സർ, MLA വിളിച്ചിരുന്നു സർ. മെയിൽ കിട്ടി. അന്വേഷിക്കാം സർ. അത് വേണ്ട. ആ സർ, ഉടൻ തന്നെ അന്വേഷണം തുടങ്ങാം സർ.
ചൂടാച്ചാ. ഇനിയുള്ള കാലം AC ഇല്ലാതെ ഈ ചൂടത്ത് ജീവിക്കാൻ പറ്റില്ല. എന്താ മാധവ ഒന്നും മിണ്ടാത്തെ? ഞാനല്ലല്ലോ, നീയല്ലേ മിണ്ടാത്തത്. ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാനും അമ്മയും ചേച്ചിയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. ഓ, ഞാൻ പ്രേമിക്കുന്ന ആളാരാണെന്ന് അറിയാനല്ലേ? അതറിയാഞ്ഞിട്ടാണ് മിണ്ടാത്തെങ്കിൽ മംഗലശ്ശേരി മിണ്ടണ്ട. സമയമാവുമ്പോ പറയാന്ന് പറഞ്ഞില്ലേ? ഓ, എന്തൊരു ചൂട്. നിക്കടി എവിടെ? നീ എവിടേക്കായി പോന്നേ? ഒന്ന് കാറ്റ് കൊള്ളാൻ. എന്താ പോയിരുന്നോ? അങ്ങനെ നീ ഇപ്പൊ കാറ്റ് കൊള്ളണ്ട. മര്യാദയ്ക്ക് മുറി കയറി ഇരിക്കടി. എന്താ അമ്മയുടെ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിനക്കറിയില്ല അല്ലേ? നീ ഈ ഫോൺ എടുത്ത് എവിടെ പോവാന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഇതെന്തൊരു കഷ്ടമാണ് അച്ഛാ. അച്ഛൻ, അമ്മ, ചേച്ചി അങ്ങനെ റൊട്ടേഷൻ വെച്ച് ഉപദേശമാണല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഉപദേശിക്കല്ല മോളെ, നിന്റെ ആഗ്രഹം നടത്തി തരാന്ന് പറഞ്ഞില്ലേ ഞങ്ങള്. ദേവിയെ സമ്മതിച്ചല്ലോ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ തന്നെ കല്യാണം ഒന്ന് നടത്തി തരണ്ടെന്നേ. നീ പ്രേമിക്കുന്നതിലും കല്യാണം കഴിക്കുന്നതിലും ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. നിന്റെ ചേച്ചി കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നറിയില്ലേ? അവൾക്ക് ഇഷ്ടാന്ന് പറഞ്ഞ പയ്യന്റെ ഒപ്പം രായ്ക്ക് രാമാനം വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചോളാം ഞാൻ. എന്തുകൊണ്ടാ? അവള് പ്രേമിക്കുന്ന പയ്യനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, ദേവിക പറഞ്ഞിട്ട്. അന്നത്തെ സാഹചര്യത്തിൽ കാർത്തികേയന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോയതാ നന്ദമോൻ. നീ ആരെ ഇഷ്ടപ്പെടുന്നത്? ഊരും പേരും അറിയാതെ, ആളാരാന്ന് ഒരു ഊഹവും ഇല്ലാതെ നീ ഈ കാണിക്കുന്ന തോന്നിയാസത്തിനെ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ആരും കൂട്ടു നിക്കണ്ട. ഇപ്പൊ അയാളെ പറ്റി ഒരക്ഷരം എന്നിന്ന് കിട്ടില്ല. മാധവേട്ടാ, ഇവളുടെ കയ്യും കാലും ഓടിച്ചിടണം. അതാ ചെയ്യേണ്ടത്. ഓരോരോ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടിട്ട് പറയുന്നത് സ്വന്തം തീരുമാനങ്ങൾ നടത്തുന്നു. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഓരും വിട്ട് ഇറങ്ങിയിരിക്കുക. അമ്മ പറഞ്ഞോ? അമ്മ ഈ കലപിലാന്ന് പറയുന്നതേ ഒരു താരാട്ട് കേൾക്കുന്ന സുഖത്തിലാ ഞാൻ എടുക്കുന്നേ. ഓ, എന്തൊരു ചൂടിത്. രാധിക, നീ അവളോട് ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കണ്ട. കെവിനെ, എന്താടാ നിന്റെ ഫോൺ അടിക്കുന്നടാ. എടാ, എടുത്തിട്ട് ഞാൻ ബാത്റൂമിലാണെന്ന് പറ. ടാർഗറ്റ്. ഹലോ. ഹലോ, ഞാൻ കെവിന്റെ ഫ്രണ്ടാ. ആരാണ്? നന്ദേട്ടന്റെ സൗണ്ട് അല്ലേ? ആ, കെവിൻ വാഷ്റൂമിലാ. ആരാ? ആരാണല്ലോ വിളിച്ചേ? ആ, ടാർഗറ്റ് എന്നാ വന്നേ. ഞാൻ കെവിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടാവുകയും ചെയ്തു. ആരുടെ ടാർഗറ്റ്? എന്താടോ ഒരു ചിരി? കാര്യം പറ. അല്ല, ഈ ടാർഗറ്റ് എന്താണെന്നും മിണ്ടാത്തെ? അതെ, എന്റെ ടാർഗറ്റ് എന്നോട് മാത്രമേ സംസാരിക്കൂ.
ആരടാ? എന്താ സംഭവം? നേരത്തെ ബെല്ല ഇതേ കാര്യം തന്നെ ചോദിച്ചു. അവളോട് പറഞ്ഞത് നിന്നോടും പറയാം. പരിചയപ്പെടുത്താൻ സമയമായിട്ടില്ല. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാതെ. ഡാ, നിന്റെയും ബെല്ലയുടെ മുന്നിൽ ഒരുമിച്ച് എന്റെ ടാർഗറ്റിനെ പരിചയപ്പെടുത്താം പോരെ? എന്നാലും അറിയാനൊരു ആകാംക്ഷ. കുറച്ചുകൂടെ ക്ഷമിക്കടാ. കൃത്യസമയത്തെ പരിചയപ്പെടുത്തി തരാം. ആ, അതിരിക്കട്ടെ. ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണോ? നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ആ മുഹൂർത്തം വൈകാതെ മുന്നിലെത്തും. ആ, എന്നാ അതൊന്ന് അറിയണമല്ലോ. ഫോൺ വെച്ചോ, ഞാൻ വിളിച്ചോളാം. ഗിരി, അവൾ ആള് കൊള്ളാലോ. ആര് കൊള്ളാന്ന്? അവളുടെ ഫയൽ കാണാത്തതിന് വീട്ടിലുള്ളവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അങ്ങാടി തോറ്റേനെ അമ്മയോടൊന്ന് പറയുന്ന പോലെയാണല്ലോ. വിലപ്പെട്ട ഒരു ഫയൽ നഷ്ടപ്പെട്ടു, അപ്പൊ പിന്നെ കേസ് കൊടുക്കണ്ടേ? ഗിരി, എവിടെയാ നഷ്ടപ്പെട്ടതെന്ന് സ്വാഭാവികമായി പോലീസ് ചോദിക്കോ? വീട്ടിൽ നിന്നാന്ന് പറയേണ്ടി വരില്ലേ? ഇത് അങ്ങനെയൊന്നും അല്ലാന്ന് നന്ദനെ കുരുക്കാനുള്ള പുറപ്പാടാ. ഒന്ന് വെറുതെ ഇരിക്കട്ടെ രജനി. നന്ദനെ കുടിക്കിട്ട് ദേവിക്ക് എന്ത് കിട്ടാനാ? അവൾക്ക് സന്തോഷം കിട്ടും. പഴയ ചില ദേഷ്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ, അത് തീർക്കാൻ പറ്റിയ അവസരമല്ലേ. MLA അധികാരമുണ്ട്, അത് കാണിച്ച് ഷൈൻ ചെയ്യാൻ പറ്റും. ആ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഫയല് കാണുന്നില്ല എന്ന് പറയുന്നതൊക്കെ അവൾ എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? ഫയൽ അവൾ എവിടെയോ മാറ്റി വെച്ചു. എന്നിട്ട് നന്ദനെ കുറ്റവാളിയാക്കാൻ നോക്കുന്നു. ഒന്ന് വെറുതെ ഇരിക്കരുത് രജനി. എന്താടാ ഗിരി? എന്താ അവിടെ? ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മേ, ദേവികയുടെ ഏത് ഫയല് കാണാനില്ല എന്ന് പറഞ്ഞ് വലിയ ഭൂകമ്പം നടക്കുമല്ലേ? ആ ഫയല് കാണാത്തതിന് നന്ദനെതിരെ കേസ് കൊടുത്തുന്ന്. നന്ദനെ കള്ളനാക്കാന്ന് വെച്ചാ അത് ചന്ദ്രോത്തുകാരെ എല്ലാം അപമാനിക്കുന്ന പോലെയല്ലേ? അവൾ MLA ആകുന്നതിന് മുമ്പ് തന്നെ ആ കസേരയിൽ ഇരുന്ന ആളാ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്, എന്റെ അച്ഛൻ. അച്ഛന്റെ ഔദാര്യം പറ്റി കാര്യങ്ങളൊക്കെ നേടിയിട്ട് ഇപ്പൊ പാല് കൊടുത്ത കൈക്ക് എന്നെ കൊത്താൻ വരുന്നു. നേരാവണ്ണം കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാതിരുന്ന കുടുംബം അവളുടേത്. നന്ദനല്ലേ അവൾക്കൊരു ജീവിതം കൊടുത്തത്. ചന്ദ്രോത്ത് ഗേറ്റ് കിടക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടോ? അല്ല, അവനത് വേണം. തൊലി വെളുപ്പുകൊണ്ട് ഭ്രമിച്ചതല്ലേ, അനുഭവിക്കട്ടെ. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാല് രജനി, എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ഗിരി, മോളിപ്പോ ഒറ്റയ്ക്കല്ല, ഉള്ളിലൊരു ജീവനും കൂടി ഉണ്ട്. മോളുടെ വിഷമവും ദേഷ്യവും അതിനെയും ബാധിക്കും. അല്ല, അതിന് ഞാൻ ദേഷ്യം കാണിച്ചെന്നല്ല, കാര്യം പറഞ്ഞതാ. ആ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഒച്ചപ്പാടുണ്ടാക്കിയാലേ കുഞ്ഞു വഴക്കാളിയാവും. അയ്യോ, എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ടെൻഷൻ അടിക്കലും മോളെ. അല്ല, ദേവിക്ക് ഫയല് കാണാത്തതിന് പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ ഇന്നലെ രാത്രി നന്ദൻ വീട്ടിൽ വന്നില്ല. എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ആ, ദേഷ്യം വരുമ്പോ BP കയറും. BP കയറിയ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇപ്പൊ കാണിച്ച ദേഷ്യം ചെറിയ അളവിലല്ലേ, അത് ദോഷം ചെയ്യില്ലായിരിക്കും അല്ലേ? ഇനി അതിന്റെ പേര് ടെൻഷൻ ആവണ്ട. സാരമില്ല മോളെ, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാ മതി. ശരി അമ്മേ. ഗിരി, അല്ല, ഞാൻ ചൂടായിട്ട് ചോദിക്കുന്നതല്ല. ദേവികയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവള് നന്ദനെ കുറ്റപ്പെടുത്തിയ എന്റെ കൺട്രോള് പോവും. ഞാൻ അങ്ങോട്ട് ചെന്ന് ടെൻഷൻ ആവരുത്. കുഞ്ഞിന്റെ ആരോഗ്യം. ഇല്ല, ഒന്നുമില്ല, ഞാൻ ചൂടാവുന്നില്ല. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും തരുമോ? അതെ, മരുമോക്ക് മാത്രമല്ല, കടുപ്പത്തിലൊരു നാരങ്ങ വെള്ളം എനിക്കും വേണം.
ഗിരി, ആ സത്യം പറ, ഞാൻ ഇത്രയും ചൂടായതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നമുക്ക് ചോദിക്കാം. ഹലോ കുഞ്ഞെ, ഓക്കെ ആണല്ലോ അല്ലേ? എന്താ ഡബിൾ ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ, ഞാൻ അമ്മയോട് പറയാം. ഡബിൾ ഓക്കെ ആണെന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. വാ. അമ്മേ, എന്താ മോളെ? നന്ദു എവിടെയാ? എന്താ കാര്യമെന്ന് പറയേ. നന്ദു ഇന്നലെ വന്നിട്ടില്ല. എവിടെയാ പോയെന്ന് എനിക്കറിയണം. ഭർത്താവിനെ കാണാത്തതിന്റെ ഹൃദയവേദന കൊണ്ടൊന്നും അല്ല അന്വേഷിക്കുന്നത്. എന്റെ ഫയൽ മോഷ്ടിച്ചതിന് ഞാൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. അതിന്റെ പിറകെ നന്ദു വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് വെച്ചാ നന്ദു രക്ഷപ്പെടാൻ നോക്കാന്ന അർത്ഥം. നന്ദുവിൽ നിന്ന് ഫയൽ കണ്ടെടുക്കണം എനിക്ക്. നന്ദു എവിടെയാന്ന് അറിയണം. മോൻ എങ്ങോട്ടാ പോയെന്ന് അമ്മയ്ക്ക് അറിയാം. പറഞ്ഞേ പറ്റൂ. മോളെ, ഞാനൊന്ന് പറയട്ടെ. നിന്റെ വിഷമങ്ങൾ എനിക്കറിയാം. അതൊക്കെ അങ്ങ് വിടമ്മേ. എന്റെ വിഷമോ സന്തോഷമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിലിടപെട്ട് വേറെ ആരും ബുദ്ധിമുട്ടണ്ട. നന്ദു എവിടെയാന്നാ എനിക്കറിയേണ്ടത്. ഞാൻ കൊടുത്ത കേസിലെ പ്രതി രക്ഷപ്പെട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ സംബന്ധിച്ച് ഈ വീട്ടിൽ വാദിയും പ്രതിയും ഒന്നുമില്ല. എന്റെ ഭർത്താവും മക്കളും ഒക്കെയാ ഉള്ളത്. എന്നെ അകറ്റി നിർത്തിയാലും നീ എനിക്കെന്റെ മോള് തന്നെയാ. സെന്റിമെന്റ്സ് പറഞ്ഞ് അമ്മ സമയമൊന്നും കളയണ്ട. നന്ദു എവിടെയാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ ദേവികേ, എന്റെ മുമ്പിൽ നീ MLA ആവുകയാണോ? അമ്മയുടെ മുമ്പിലല്ല, കേരളത്തിലെ എല്ലാ ആളുകളുടെ മുമ്പിലും ഞാൻ MLA തന്നെയാ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിയമസഭാ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. ദേവികേ, നീ എന്നെ പരിഹസിക്കരുത്. നിന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എനിക്കറിയാം. നിന്റെ ചില വിഷമങ്ങൾക്ക് ഞാനും ഒരു കാരണക്കാരിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധം എന്നിലുണ്ട്. ഞാൻ സങ്കടപ്പെടുകയാണെന്ന് അറിയാമെങ്കിൽ എന്റെ സങ്കടം മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. കാണാതായ ആ ഫയൽ എവിടെയാന്ന് പറയമ്മേ. ആ ഫയൽ എവിടെയാ? എന്താ, എന്നോടെല്ലാം പറയാൻ പറ്റുമോ? എന്നെ സഹായിക്കാൻ പറ്റുമോ? ഫയലിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇല്ല, അറിയാൻ പറ്റില്ല. കൂട്ടുപ്രതിയല്ലേ. രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും അത് പോലീസ് ചോദിച്ച് കണ്ടുപിടിച്ചോളും. നന്ദു എവിടെ പോയി? അതാ എനിക്ക് പറയേണ്ടത്. അതും പോലീസിനോട് പറ, അവര് കണ്ടുപിടിക്കട്ടെ. പറയും, പോലീസിനോട് പറയും. ഇനി അഥവാ പോലീസ് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, കണ്ടുപിടിച്ചു കൊണ്ടുവരും. കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് മതി മോന്റെ നാടുവിടലൊക്കെ. ദേവികേ, ഞാനും വാക്കുകൾ കൊണ്ട് ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നീ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. പറയുന്ന കേട്ടാ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നിടത്ത കാര്യങ്ങൾ നിൽക്കുന്നെന്ന് തോന്നുമല്ലോ. എന്റെ അമ്മ വിരട്ടലിന് പേടിച്ചിരുന്ന ദേവിക ഉണ്ടായിരുന്നു. അമ്മ വിറപ്പിച്ച് നിർത്തിയിരുന്ന ദേവിക. ആ ദേവികയെ മരിച്ചു. ഇതിപ്പോ പുതിയ ആളാ. വിരട്ടലും വെല്ലുവിളിയൊക്കെ അമ്മ കയ്യിൽ വെച്ചിരുന്നാ മതി. മോളെ, എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയാ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഞാനായിട്ട് പറയുന്നതല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. നന്ദു എവിടെയാന്നുള്ളത് പറയണം. അതറിഞ്ഞിട്ടേ ഞാൻ പോവൂ. എന്നാ അവിടെ നിക്ക്, അതറിഞ്ഞിട്ട് പോയാ മതി. എന്താ പ്രഭ? എന്താ ഇവിടെ? അച്ഛാ, നന്ദു ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ ഫയലിന്റെ കാര്യത്തിൽ പോലീസിൽ പരാതി കൊടുത്തു എന്ന് നന്ദു അറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. അമ്മയ്ക്ക് അറിയായിരിക്കും, പക്ഷെ ചോദിച്ചിട്ട് പറയുന്നൊന്നുമില്ല. പ്രഭ, നന്ദൻ എവിടെ പോയതാ? നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് പറയാനാ?
സിദ്ധു അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, നീ വിശ്വസിക്കണ്ട. നിന്നെ കൊണ്ട് വിശ്വസിപ്പിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അമ്മേ, ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ദേഷ്യം കാണിച്ചു എന്ന് കരുതി ഞാൻ ഇതിന്ന് പിന്മാറില്ല. ഇനി എന്നെ പേടിപ്പിച്ച കാര്യം സാധിക്കാന്ന് ആരും കരുതും വേണ്ട. നീ പേടിക്കണ്ട, നിന്നെ പേടിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പ്രഭ, താനിപ്പോ കാണിക്കുന്നതിനാ വാദിയെ പ്രതിയാക്കാന്ന് പറയുന്നത്. കൊന്നവനല്ല കണ്ടവനാ കുറ്റമെന്ന് പറയും പോലെ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നത് ദേവികയാ. അപ്പോ ഇവക്ക് തന്നെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. പ്രഭ, നന്ദനും താനൊക്കെ എന്തോ മറയ്ക്കുന്നു എന്നുള്ളത് സത്യമാ. കേസ് കൊടുത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ ആ വഴിക്ക് പോട്ടെ. നന്ദൻ എങ്ങോട്ടാ മാറിയതെന്ന് തനിക്കറിയാമെങ്കിൽ പറ.